സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ബിഗ് ബോസിലെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, നിങ്ങളടിക്കുന്ന ഒരു ലൈക്ക് അടിക്കുക, അത്രമാത്രം സന്തോഷം വരുന്നുണ്ട്. അപ്പൊ ഒരു ലൈക്ക് അടിച്ചുകൂടി. ബിഗ് ബോസ് രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് കൊടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരാളോട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നം അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് ആവാനുള്ള ഒരു അവസരമാണ്. അതൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാം എന്നൊരു മോർണിംഗ് ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജിൻജോ വന്നിട്ട് പറഞ്ഞൊരു കാര്യമാട്ടോ എനിക്ക് എടുത്തു പറയാനുള്ളത്. അത് നമുക്കൊരു ഹാർട്ട് ടച്ചിങ് ഒരു സംഭവം തന്നെയാണ് ജിൻജോ പറഞ്ഞത്. അതായത് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ആരുമില്ല, ഒരു ഉറ്റ സുഹൃത്ത് എന്ന് പറയാൻ. ഉണ്ടായിരുന്നവരെല്ലാരും പോയി. ഇപ്പൊ രതീഷ് മാത്രമേ എനിക്കൊരു സപ്പോർട്ട് ആയിട്ടുള്ളൂ. രതീഷ് 2-3 ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ ശരിക്കും പെട്ടൊരവസ്ഥയാണ്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു അസോൾട്ട് അല്ലെങ്കിൽ ഫിസിക്കലി എനിക്കൊരു ഇഞ്ചുറി സംഭവിച്ചപ്പോൾ അർജുന ടവർ ടാസ്കില് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിയപ്പോ എന്റെ കഴുത്ത് വേദനിച്ചു എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരുടെ മൊത്തം ഒരു പുച്ഛം മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കള്ളം പറയുകയാണ്, എനിക്ക് വേദനയില്ല, ഞാൻ ശരിക്കും അർജുനെ പുറത്താക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. പക്ഷെ അതല്ല, ഞാൻ ഇതുവരെ ആരുടെയും കള്ളം പറഞ്ഞിട്ടില്ല. എനിക്ക് ശരിക്കും വേദനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇതിൽ ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളെ ഞാൻ കണ്ടായിരുന്നു. ജിൻജോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് റസ്മിന്റെ പേര് പറയുമായിരിക്കുന്നതാണ്. റസ്മിൻ ക്യാപ്റ്റനായിട്ട് വരെ കളിയാക്കുമായിരുന്നു അന്നത്തെ ദിവസം. റസ്മിന്റെ പേര് പറയുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ജിൻജോ പറഞ്ഞ പേര് ഗബ്രിയുടെ ആയിരുന്നു. ഗബ്രിക്ക് അല്ലെങ്കിൽ എന്നോട് ഭയങ്കര ഒരു ചൊറിച്ചിലാണ് എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഗബ്രിക്ക് എനിക്ക് അത്രയും വലിയൊരു വേദന അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചപ്പോഴും ഗബ്രി ഒരുപാട് എന്നെ കളിയാക്കുകയാണ് ചെയ്തത്, കള്ളം പറയുകയാണ്. ആ രീതിയിലാണ് ഗബ്രി വിചാരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ നാളെ ദിവസം ഗബ്രി ഡ്രസ് ഇടാണ്, ഷർട്ട് ഇടാണ് വന്നപ്പോ ഞാൻ പറഞ്ഞത് ഗബ്രി ഇത് എന്ത് കോലാണ്, നിന്റെ ബോഡി ഒന്ന് സെറ്റ് ആക്കി എടുക്കല്ലോ ഫിസിക്കലി എന്നൊക്കെ പറഞ്ഞപ്പോ ഗബ്രി എന്ന് പറഞ്ഞു ഓക്കെ ചേട്ടാന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു സമയത്ത് എന്റെ പ്രൊഫഷൻ വെച്ച് തന്നെ ജിൻജോ ഒരു ബോഡി ബിൽഡർ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര രീതിയിൽ കളിയാക്കുകയൊക്കെ ചെയ്തു. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ മാത്രം എന്തിനാ നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ജിൻജോ കണ്ണൊക്കെ കലങ്ങിയിട്ട് നല്ല രീതിയിൽ വിഷമമുണ്ട്. പിന്നെ ജിൻജോ കരഞ്ഞാ വേറെ അവിടെ അവര് മതി കഴിഞ്ഞെങ്കിൽ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ ജിൻഡോ അങ്ങനെ പൊട്ടിക്കരഞ്ഞില്ല. ജിൻഡോയുടെ കണ്ണീനെല്ല ചുമന്നിങ്ങനെ വെള്ളം വീഴുന്ന സ്റ്റേജ് എത്തിയിട്ടോ. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയാണ്. പക്ഷെ അതുവരെ പുച്ഛത്തോടെ നോക്കുന്ന 2 പേരുണ്ട് ബിഗ് ബോസ് വീട്ടിൽ. അതെന്തായാലും ഞാൻ ആ പേര് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും അത് ലൈവ് ആണെന്ന് തന്നെ മനസ്സിലാവും. ലൈവില്ല, ഇനി ടെലികാസ്റ്റ് ടൈം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാരാന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തോ, നോക്കട്ടെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആ ജിൻഡോന്റെ മനസ്സിലുള്ള അത്രയും വിഷമം ജിൻഡോ തുറന്നു പറയുമ്പോൾ പുച്ഛിക്കുന്നവര് ലേച്ചുമായിട്ട് അവിടെ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ജിൻഡോ ഫാൻസ് ഉണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അത് മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ടെന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ വൈറലാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പേര് കാണുന്നു അറിയില്ല. നിങ്ങൾ കാണുന്ന ഒരു കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക.